നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. നാളുകളേറെയായി കോൺഗ്രസുമായി അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ അവരെ അടുപ്പിക്കാതെയാണ് മമതാ ബാനർജി കേവല ഭൂരിപക്ഷത്തിൽ ബംഗാൾ ഭരിക്കുന്നത്. എന്നാൽ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെ വലിയ തോതിൽ ചില പ്രസ്താവനകൾ നടത്താൻ പ്രചോദനം നൽകിയത് മമതയുടെ വാക്കുകളായിരുന്നു. ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിൻ്റെ കാര്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട്, കോൺഗ്രസിൻ്റെ റോളിനെ ചോദ്യം ചെയ്തുകൊണ്ട് മമതാ ബാനർജി രംഗത്ത് വന്നത് വാസ്തവത്തിൽ കെജ്രിവാളിനെയും മമതാ ബാനർജിയെയും കൂടുതൽ പാർട്ടിപരമായിട്ട്, അതായത് സഖ്യത്തിൻ്റെ പുതിയ സാധ്യതകൾക്ക് തുടക്കം കുറിക്കാൻ തന്നെയായിരുന്നു എന്ന് പറയുന്നവർ അനേകമാണ്. എന്നാൽ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിൻ്റെ തോൽവി, ആം ആദ്മി പാർട്ടിയുടെ വലിയ പരാജയം, അതിനുശേഷം മമതാ ബാനർജി തിരിച്ചറിഞ്ഞ രണ്ട് പ്രധാന കാര്യങ്ങളുണ്ട്. 14ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് പിടിച്ച വോട്ടുകൾ ആം ആദ്മിക്ക് ഭീഷണിയായി എന്നുള്ള യാഥാർത്ഥ്യം തൃണമൂൽ കോൺഗ്രസ് തിരിച്ചറിയുകയാണ്. ബംഗാളിൽ ഒരു സ്ലൈറ്റ് എഡ്ജിൽ ഭരണം നഷ്ടപ്പെട്ടാൽ ഒരുപക്ഷെ കോൺഗ്രസിന് അവിടെ സ്പോയിലറാകാൻ കഴിയുമെന്ന യാഥാർത്ഥ്യം തൃണമൂൽ കോൺഗ്രസ് ഉൾക്കൊള്ളുകയാണ്. 2011 വരെ തൃണമൂൽ കോൺഗ്രസ്സിന് അധികാരമില്ലായിരുന്നു. 2011 അധികാരം പിടിച്ചെടുക്കുമ്പോൾ, അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തോറ്റ് വെണ്ണീറാകുമ്പോൾ തൃണമൂൽ കോൺഗ്രസിനോടൊപ്പം കോൺഗ്രസും ഉണ്ടായിരുന്നു. കോൺഗ്രസ് അന്ന് 60-ലധികം സീറ്റുകൾ നേടിയെടുത്തു. തൃണമൂൽ കോൺഗ്രസ് ആകട്ടെ 184 ഇടങ്ങളിൽ വിജയിച്ചു കയറി. അന്ന് അവിടെ കോൺഗ്രസിൻ്റെ സഹായം അവർക്ക് ആവോളം വേണമായിരുന്നു. തൃണമൂൽ കോൺഗ്രസിൻ്റെ വോട്ട് ഷെയറിനോടൊപ്പം കോൺഗ്രസിൻ്റെ വോട്ട് ഷെയർ കൂടി ചേർത്താണ് ബംഗാളിൽ മമത അധികാരത്തിലേക്ക് എത്തിയത്. എന്നാൽ പിൽക്കാലത്ത് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് അധികാരം പിടിച്ചെടുക്കാൻ തുടങ്ങി. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 29 സീറ്റ് തൃണമൂൽ കോൺഗ്രസ് നേടിയപ്പോൾ 12 സീറ്റുകളാണ് BJP നേടിയത്. ഒരു സീറ്റ് മാത്രമാണ്, അതായത് ദക്ഷിണ മാൾഡ മാത്രമാണ് കോൺഗ്രസ് നേടിയെടുത്ത സീറ്റ്. വർഷങ്ങളായി ബഹ്റാംപൂറിൽ നിന്നും ജയിച്ചു വരുന്ന അധിർ രഞ്ജൻ ചൗധരി പോലും തൃണമൂൽ കോൺഗ്രസിൻ്റെ യൂസഫ് പട്ടാന് മുമ്പിൽ പരാജയപ്പെട്ടിരുന്നു. എന്നാൽ അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. കോൺഗ്രസ്സിന് ശക്തിദുർഗമായി 4-5ഓളം മേഖലകളുണ്ട്. അവിടെ ഇപ്പോഴും കരുത്ത് കാട്ടാൻ അവർക്ക് കഴിയും. തൃണമൂൽ കോൺഗ്രസിൻ്റെ ആധിപത്യം ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ഈ വോട്ട് ഷെയറോടുകൂടി ഇടിയാനുള്ള സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കി തന്നെ കോൺഗ്രസുമായി മിതത്വത്തിലേക്ക് പോകാനാണ് മമതയുടെ തീരുമാനം. കോൺഗ്രസുമായി വീണ്ടും സഖ്യം, അതാണ് മമതയുടെ പുതിയ സ്ട്രാറ്റജി. അധികാരം നിലനിർത്തുക എന്നുള്ളത് മമതയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യമാണ്. വർഗീയവാദത്തിൻ്റെ ഈറ്റില്ലമാക്കി മാറ്റാൻ, ബംഗാളിനെ മാറ്റിയെടുക്കാൻ വലിയ തോതിൽ BJP കളികൾ കളിക്കുന്നുണ്ട്. അയൽ സംസ്ഥാനമായ ബീഹാറിലും അതുപോലെ തന്നെ ജാർഖണ്ഡിലുമൊക്കെ വലിയ തോതിൽ BJP ഈ ശ്രമകരമായ നീക്കം നടത്തുന്നുണ്ട്. എന്നിട്ടും അവിടെ രണ്ടിടത്തും BJPയുടെ മുഖ്യമന്ത്രിമാരെ കൊണ്ടുവരാൻ കഴിയുന്നില്ല. ബംഗാളിൽ പക്ഷേ മറ്റൊരു പ്ലാനുമായാണ് മോദിയും സുവേദു അധികാരിയും ശ്രമകരമായ നീക്കം നടത്തുന്നത്. അതിനെ തടയിടണമെങ്കിൽ കോൺഗ്രസിൻ്റെ സഹായം കൂടിയേ കഴിയൂ എന്ന തൃണമൂൽ MP മാരുടെ ആവശ്യമാണ് ഇപ്പോൾ മമത ചെവികൊണ്ടിരിക്കുന്നത്.